ഇന്ന ആളെയാണ് എനിക്ക് ലൈഫിൽ വേണ്ടതെന്ന് പറയുമ്പോൾ നീ ആ തീരുമാനം എടുക്കാറായിട്ടില്ല എന്നല്ല പറയേണ്ടത്. വി റെസ്പെക്ട് യുവർ ചോയ്സസ്. അപ്പോൾ അതെ, ലെറ്റ്സ് ഡിസ്കസ്. നമസ്കാരം. നമുക്കൊപ്പം ഇന്നുള്ളത് അശ്വതി ശ്രീകാന്താണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? കുട്ടികളും കാര്യം കുടുംബമൊക്കെ സുഖമായിട്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വർക്ക് നന്നായി പോകുന്നു. ഓക്കെ. നമ്മൾ സ്ഥിരം ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്ന് തോന്നും തുടക്കം, പിന്നെ മാറിക്കോളും. ഓക്കെ. ആങ്കർ, അതേപോലെ തന്നെ RJ, എഴുത്തുകാരി, പിന്നെ അഭിനേതാവ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇതിലൂടെ പോവാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ എനിക്കൊരു ഡിഫറെന്റ് കലാസാഹിത്യം അതൊക്കെ നമുക്ക് ചേച്ചിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇറ്റ്സ് ബിക്കമിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഒരു ലൈഫ് കോച്ചായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംരംഭകയായി വരികയുണ്ടായി, അല്ലെങ്കിൽ ഒരു സ്ഥാപകയായി വരികയുണ്ടായി. ഈ ഇറ്റ്സ് ബിക്കമിങ് അതിൻ്റെ ഒരു എന്താണ് ഐഡിയ എന്താണ് ചേച്ചി? ബിക്കമിങ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ മാത്രമാണ് ഇറ്റ്സ് ഉള്ളത്. ഓക്കെ. ബിക്കമിങ് എന്നാണ് ആ ഒരു ഇനീഷ്യേറ്റീവിന്റെ പേര്. അതൊരു പ്ലാറ്റ്ഫോമാണ്. ആക്ച്വലി മെന്റൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. വേൾഡിൻ്റെ പല ഭാഗത്തുള്ള സൈക്കോളജിസ്റ്റുകളെയും ലൈഫ് കോച്ചസിനെയും ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമുക്ക് ഇൻ ഹൗസിലൊരു ടീമുണ്ട്, ആൻഡ് ഓൾസോ നമുക്ക് വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് അസോസിയേറ്റ്സ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് സർവീസ് അന്വേഷിച്ച് വരുന്ന ആളുകളെ അവരിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ബിക്കമിങ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്തേക്ക് ഇൻഡിവിജ്വലായിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്ന ആളുകളെ എനിക്കൊരാൾക്ക് ഒറ്റയ്ക്ക്